കൽപ്പകഞ്ചേരി ചന്തയിലുള്ളത്. അപ്പോൾ ചന്തയിലേക്ക് വന്നിട്ട് ഫസ്റ്റ് 2 ചായ എടുത്ത് തുടങ്ങാൻ ചോദിച്ചു. സമൂസ ചായയും ആദ്യം കുടിക്കുക. കൽപ്പകഞ്ചേരി ചന്ത വർഷങ്ങളായിട്ട് ഉള്ളൊരു ചന്തയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളത് കർഷകൻ ഗഫൂറുണ്ട്, അതുപോലെ തന്നെ ജാഫർക്കുണ്ട്, പിന്നെ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന റഫി ഉണ്ട്. 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ പാർക്കിങ്ങിലൊന്നും വണ്ടികളില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കച്ചവടക്കാരൊക്കെ വരും, വൈകുന്നേരം 4 മണിക്ക് അങ്ങനെ ഇവിടെ ഹൗസ്ഫുൾ ആവുള്ളൂ. എന്തായാലും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചന്തയാണ്. കാരണം പുറത്തൊക്കെ ബീഫിനൊക്കെ 340 പോകുമ്പോൾ ഇവിടെ ഇറച്ചിക്ക് 260 ഉറുപ്പിയുള്ളൂ മക്കളെ, ആദായമാണ്. പിന്നെ അതേപോലെ മട്ടനക്ക് നമ്മളവിടെ ഒക്കെ 800 ഉറുപ്പിയാണെങ്കിൽ ഇവിടെ വരുന്നത് വെറും 650 ഉറുപ്പ്യ. ഇയാള് 2 കിലോ മട്ടൻ വാങ്ങി, കാർട്ടൂണ് മുട്ട വാങ്ങിയിട്ടുണ്ട്, ബീഫ് വാങ്ങി, പച്ചക്കറി വാങ്ങി, എല്ലാരും കൂടി 10,000 ഉറുപ്പ്യ അല്ലേ എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആദായത്തിൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിങ്ങൾ കൽപ്പകഞ്ചേരി ചന്തയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വില കുറവുള്ള സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ പറ്റും. മറ്റുള്ള എല്ലാത്തിനെക്കാട്ടി 10 ഉറുപ്പ്യ മാത്രം ഉണ്ടാവും. മുട്ട പൊട്ടിക്കലുടെ നമ്മള് വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് 2 കിലോ ബീഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്കുള്ള തക്കാളിയും വെജിറ്റബിൾ ഫ്രീ ആയിരിക്കും അല്ലെ. നാട്ടിൽ നിന്ന് 2 കിലോ വാങ്ങുമ്പോ 680-700 ഉറുപ്പ്യന്റെ അടുത്തായി. ഇവിടെ 520. അപ്പൊ നമ്മള് വെജിറ്റബിൾ മറ്റുള്ള സാധനങ്ങൾ എടുക്കുക, അത് ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ചൊവ്വാഴ്ച നിങ്ങൾ ഇറച്ചി വാങ്ങി വെക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ചുമ്മാ നല്ലപോലെ തേങ്ങാച്ചോറും ബീഫും കൂട്ടാം. ഓക്കെ, ഇയാളൊക്കെ പോത്തിന്റെ ആളുണ്ടല്ലേ, നല്ല കൊളസ്ട്രോൾ ഉണ്ട്, എന്നാലും ചോത്തി ഇരുന്ന് കൂട്ടും. അപ്പൊ അതാണല്ലോ കേട്ടോ. കൽപ്പകഞ്ചേരി ചന്തയും കണ്ട് അതുപോലെ തന്നെ കൈക്കോട്ടും ചായ ഒക്കെ ഉണ്ട്. കൈക്കോട്ടും ചായ മൊത്തം കണ്ട് ഞങ്ങൾ ചായ അടിക്കാൻ പോണേ.